പുൽപ്പള്ളി അമരക്കുനിയിലെ കടുവ തൂപ്ര മേഖലയിലേക്ക് നീങ്ങിയെന്നാണ് ഇപ്പോൾ വനം വകുപ്പ് നമ്മളോട് പറയുന്നത്. ദേവർഗദ്ദയ്ക്ക് സമീപം കൂട്ടിൽ കെട്ടിയ ആടിനെ കടുവ കൊന്നു. അമരക്കുനിയിൽ നിന്ന് 1.5 കിലോമീറ്റർ മാറിയാണ് കടുവയുടെ ഇപ്പോഴത്തെ സാന്നിധ്യമുള്ളത്. ഡ്രോൺ പരിശോധനയുണ്ട്, ഒപ്പം തന്നെ കുങ്കിയാനകളുണ്ട്, മയക്കുവെടി വയ്ക്കാനുള്ള സർവ്വസന്നാഹവുമുണ്ട്. അങ്ങനെ എല്ലാ സന്നാഹവും ഒരുക്കിയാണ് കടുവയെ പിടിക്കാനുള്ള വനം വകുപ്പിന്റെ മിഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എം സന്തോഷ് നമ്മളോടൊപ്പം ചേരുകയാണ് ഈ പ്രദേശത്ത് നിന്ന്. സന്തോഷ്, കടുവ ഇപ്പോൾ ഈ അമരക്കുനി ഭാഗത്ത് നിന്ന് കുറച്ചുകൂടി മാറിയിട്ടുണ്ട് എന്നാണല്ലോ വനം വകുപ്പ് പറയുന്നത്. ആ മേഖലയിലേക്ക് ഈ സർവ്വസന്നാഹങ്ങളും എത്തിക്കഴിഞ്ഞോ? തെരച്ചിൽ ഇപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? മനു, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച സ്ഥലത്ത് നിന്നും ഏതാണ്ട് 1.5 കിലോമീറ്റർ മാറിയാണ് കാപ്പിസൈറ്റ് മേഖലയിൽ ഇപ്പോൾ കടുവയുടെ സാന്നിധ്യമുണ്ട് എന്ന് വനം വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി വീണ്ടും ഒരു വളർത്തുമൃഗത്തെ കൂടി കടുവ കൊന്നതോടുകൂടി ഈ പ്രദേശത്ത് വലിയ ആശങ്ക തന്നെയാണ് നിലനിൽക്കുന്നത്. അവിടെ കൂട്ടിൽ കെട്ടിയിരുന്ന കേശവൻ എന്ന് പറയുന്ന ആളുടെ വളർത്തുമൃഗത്തെ, ആടിനെയാണ് ഇന്നലെ രാത്രി വീണ്ടും കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ഏതായാലും പ്രദേശത്ത് ഇപ്പോൾ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്കൂളുകൾക്ക് അവധി നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ജനങ്ങളോട് ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശം തദ്ദേശ സ്ഥാപനങ്ങളും വനം വകുപ്പും എല്ലാം തന്നെ ജനങ്ങൾക്ക് തുടർച്ചയായി നൽകിക്കൊണ്ടിരിക്കുന്നത് ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ കടുവയെ മയക്കുവെടി വെക്കാനുള്ള ഊർജിതമായിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽക്ക് തന്നെ വനം വകുപ്പിൻ്റെ പ്രത്യേക സംഘങ്ങൾ 3 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഈ പ്രദേശത്ത് ഇപ്പോൾ തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഈ മേഖലയിൽ ഡ്രോൺ പരിശോധന, അതോടൊപ്പം തന്നെ കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയും നടത്തുന്നുണ്ട്. നേരത്തെ തന്നെ ഈ കടുവ ദൗത്യങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള 2 കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ടാണ് കടുവയെ കണ്ടെത്തുന്നതിനാവശ്യമായിട്ടുള്ള തിരച്ചിൽ നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഡ്രോൺ ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയും നടത്തുന്നുണ്ട്. ഇന്നലെയും ഈ പ്രദേശത്ത് പ്രദേശവാസികൾ കടുവയെ കണ്ടു എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രതയിൽ തന്നെയാണ് ഈ മേഖലയിലുള്ള ജനങ്ങൾ ഒന്നടങ്കം ഉള്ളത്. കടുവയെ കണ്ടെത്തിയാൽ ഉടൻ തന്നെ മയക്കുവെടി വെക്കുന്നതിനായി അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ഈ സ്ഥലത്ത് നിലയുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 3 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ വനത്തിനകത്ത് പരിശോധന പുരോഗമിക്കുന്നത്. തീർച്ചയായും. ഒപ്പം തന്നെ ഈ മേഖലയിലെ ജനങ്ങൾ വലിയ തോതിൽ പരിഭ്രാന്തരാണോ? കാരണം പലരും കടുവയെ നേരിട്ട് കാണുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത്രയധികം സന്നാഹങ്ങൾ ഒരുക്കി വന്നിട്ടും കടുവയെ പിടികൂടാൻ കഴിയാതെ നിൽക്കുന്നൊരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ പരിഭ്രാന്തി മാറ്റാൻ അവരോട് വനം വകുപ്പ് ഏത് രീതിയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? തീർച്ചയായും ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്. കാരണം അവിടെ വീടുകളുള്ള പ്രദേശങ്ങളാണ്. ഈ വനം വകുപ്പ് ഇപ്പോൾ പറയുന്നത് ഇത് ഈ നിറയെ കുറ്റിക്കാടുകൾ നിറഞ്ഞ, അതോടൊപ്പം തന്നെ ഒരു ഭാഗത്ത് കാപ്പിത്തോട്ടങ്ങൾ നിറഞ്ഞിട്ടുള്ള പ്രദേശങ്ങളാണ്. ആ പ്രദേശത്ത് തന്നെ ഒരു നിശ്ചിത ചുറ്റളവിനുള്ളിൽ ഈ കടുവയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് വനം വകുപ്പ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഏതായാലും ഇതിനെ കൃത്യമായി സ്പോട്ട് ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വനം വകുപ്പ് നേരിടുന്ന പ്രതിസന്ധി. കൃത്യമായും ഈ കടുവയെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ മയക്കുവെടി വെച്ച് കൂട്ടിലാക്കി മാറ്റാനുള്ള എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് ജാഗ്രത നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ഈ ഒരു കുട്ടികളെല്ലാം സ്കൂളിൽ പോകുന്ന സമയമായതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ആശങ്കകൾ ഒഴിവാക്കുന്നതിനായി സ്കൂളുകൾക്ക് അവധി നൽകിയിട്ടുള്ളത്. ഏതായാലും വനം വകുപ്പ് വളരെ ഊർജിതമായി തന്നെ ഈ കടുവയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ജനങ്ങളെ ഈ കാര്യം ബോധ്യപ്പെടുത്താനും വനം വകുപ്പിന് സാധിച്ചിട്ടുണ്ട്. മനു, ശരി. ഏതായാലും എം സന്തോഷാണ് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്. കടുവയെ പിടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാപ്പിസെറ്റ്, തൂപ്ര, അമരക്കുനി മേഖലയിലെ ജനങ്ങളോട് ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം വനംവകുപ്പ് നൽകിയിട്ടുണ്ട്. സ്കൂളുകൾക്കൊക്കെ അവധിയും നൽകിയിട്ടുണ്ട്. നമ്മളെ കാണുന്ന അവിടെ നിന്നുള്ള പ്രേക്ഷകരുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം കരുതിയിരിക്കണം. നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കറിയാം. എത്രയും വേഗം ആ കടുവയെ പിടികൂടാൻ കഴിയട്ടെ എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിനുള്ള സർവ്വസന്നാഹങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ വന്യമൃഗങ്ങൾ ഇങ്ങനെ തുടർച്ചയായി കാടിറങ്ങി വരുന്നത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുകയാണ്. മനുഷ്യൻ്റെ ജീവനും സ്വത്തുവകകൾക്കും കൃഷിക്കുമൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. ഇതിന് പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ പല വിധത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഈ വനവും വന്യജീവിയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഏറെ സങ്കീർണമാണ് എന്നതാണ് നമ്മുടെ മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. ഒരു തരത്തിൽ പറഞ്ഞാൽ മനുഷ്യൻ്റെ ജീവനേക്കാൾ വിലയാണ് ഈ നാട്ടിൽ വന്യമൃഗങ്ങളുടെ ജീവന് എന്ന് പറയേണ്ടി വരും. കാരണം ആ രീതിയിലാണ് അവർക്കുള്ള നിയമ സംരക്ഷണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പരിമിതികൾ ഏറെയുണ്ട് ഒരു സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച്. പാർലമെൻറ്റ് ഇടപെട്ട് നിയമങ്ങൾ ഭേദഗതി ചെയ്യുക എന്നത് മാത്രമായിരിക്കാം ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. അതിന് എം പിമാരടക്കം സമ്മർദ്ദം ചെലുത്തേണ്ടതുണ്ട്.
രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ പ്രതിനിധീകരിക്കുന്ന മണ്ഡലമാണല്ലോ ഈ വയനാട് എന്ന് പറയുന്നത്. സ്വാഭാവികമായും ഈ വിഷയം പരിഹരിക്കാൻ അവരെന്തു ചെയ്തു എന്നൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യവും നമ്മുടെ മുൻപിലുണ്ട്. അത് ഏത് ഘട്ടത്തിലും ആ ചോദ്യം ഉയർന്നു വരിക തന്നെ ചെയ്യും. ഇതുപോലൊരു പ്രതിസന്ധിയിൽ രാഷ്ട്രീയം പറയുകയല്ല, പക്ഷേ അതൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ തന്നെയാണ്. അവർ ഏതെങ്കിലും തരത്തിൽ ശ്രമിച്ചിരുന്നോ എന്നതൊക്കെ ഒരു ചോദ്യം തന്നെയാണ്.